ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള സമയത്ത് അതുപോലെ ഇറച്ചി, മീൻ, മുട്ട ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, അതുപോലെ ഒരു 5 ഏലക്ക, ഒരു 5 ഗ്രാമ്പൂ ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. സവാള ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി, ഇല്ല വലുതാണെങ്കിൽ 1 മതി കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് അരിയിലാണ് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സവാള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാനായിട്ട്. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട, ചതച്ചിട്ട് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കറിവേപ്പില, മുളക് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അരിഞ്ഞ് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരച്ച് ചേർത്താലും മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയുടെ ആ ഒരു കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് അലിയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി നന്നായിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഇത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി തക്കാളി നല്ലപോലെ ആയതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതുവരെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി ഉടഞ്ഞു കിട്ടും. അപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ. കുക്കറിൽ ചെയ്യുന്നത് കാരണം തന്നെ നമുക്ക് 1 ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം തന്നെ വേണം. അല്ല, ചില അരിക്ക് 2 ഗ്ലാസ് വേണ്ടി വരും. എന്നാലും നമുക്ക് കുക്കറിലായത് കാരണം 1.5 ഗ്ലാസ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് കാരണം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിളച്ചതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഏത് അരിയിലും നമുക്കിത് ചെയ്യാം കേട്ടോ. ബസ്മതി റൈസോ ജീരകശാല ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കുറച്ച് സമയം വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം വാർത്തെടുത്താൽ മതി. അരി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 2 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ട് പ്രഷർ പോയിട്ട് തുറന്നാൽ മതി. അങ്ങനെ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഒട്ടി പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റൈസ് ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് വിളമ്പി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് വേണ്ടാത്തവരാണെങ്കിൽ ചേർക്കണ്ട കേട്ടോ. നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.